ഹലോ, അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ, മറക്കരുത്. അപ്പോൾ ഈ ഒരു ലിപ് ബാം ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ഒരു സൺസ്ക്രീൻ എടുത്തിട്ട് അപ്ലൈ ചെയ്തു. എൻ്റെ സ്കിന്നിന് അങ്ങനെ എല്ലാ സൺസ്ക്രീനും അതുപോലെ തന്നെ എല്ലാ ക്രീമൊന്നും പറ്റില്ല കേട്ടോ, കാരണം എൻ്റെ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ എടുത്ത് തേച്ചു. എന്നിട്ട് അതും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഐലൈനർ എഴുതാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ ആദ്യം കണ്ണാടി നോക്കിയിട്ടായിരുന്നു ഐലൈനർ എഴുതി. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. പിന്നെ പിരികൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു ഐടെക്സിൻ്റെ പൊട്ടായിരുന്നു കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കുഞ്ഞു പൊട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ കുഞ്ഞു പൊട്ടൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഹാവിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാവിക്കുട്ടനും കൂടെ ഞാൻ വെറുതെ കാണിച്ചതാണ്. പിന്നെ ഈ ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായി. പിന്നെ എനിക്ക് തോന്നി ഈ ഒരു ഷെയ്ഡ് അത്ര രസമല്ല, കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഷെയ്ഡും കൂടെ എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായി തോന്നി. നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഈ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ട് ഞാൻ എടുത്ത് തേച്ചു കേട്ടോ. പിന്നെ അത് ആ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത്, അയ്യോ ഞാൻ സിന്ദൂരം ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് കൊണ്ടാണ് കേട്ടോ ഞാൻ സിന്ദൂരം ഇട്ടത്. അപ്പോൾ എൻ്റെ ഹെയറിലൊക്കെ ആയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാനൊരു സ്പ്രേയും കൂടെ എടുത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്രേ ആയിരുന്നു ഞാൻ എടുത്തിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ച് കണ്ണുകൂടെയൊക്കെ ആയിരുന്നു കേട്ടോ സ്പ്രേ അടിച്ചപ്പോൾ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.